എല്ലാവർക്കും വിദേശ വാർത്താ രംഗത്തിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് ഇറാന്റെ പുതിയ മിസൈൽ ആയ രണ്ടിനെ ഇസ്രായേലും അമേരിക്കയും ഭയപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ഇറാനിയൻ സൈന്യം ഫത്തഹ് ഹൈപ്പർസോണിക് മിസൈലിലൂടെ കൈവരിച്ച പുതിയ മുന്നേറ്റങ്ങൾ പശ്ചിമേഷ്യൻ സുരക്ഷയിൽ സങ്കീർണമായ ഒരു പുതിയ ഘട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ്. പരമ്പരാഗത ബാലിസ്റ്റിക് സാങ്കേതികവിദ്യയിൽ നിന്ന് മാക്ക് 5 ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗത, മുകളിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സംവിധാനങ്ങളിലേക്കുള്ള ഇറാന്റെ തന്ത്രപരമായ മാറ്റമാണിത് സൂചിപ്പിക്കുന്നത്. ഒരു നിശ്ചിത പാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന സാധാരണ മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി, പറക്കലിനിടയിൽ ദിശ മാറ്റാനുള്ള ഫത്തഹിന്റെ കഴിവ് ഇതിനെ റഡാറുകൾ ഉപയോഗിച്ച് കണ്ടെത്താനോ തടയാനോ അതീവ ദുഷ്കരമാക്കുന്നു. 2023-ൽ ആദ്യമായി പ്രദർശിപ്പിച്ചെങ്കിലും ഈ സംവിധാനം ഇപ്പോൾ സജ്ജമായതായാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫത്തഹിന്റെ കടന്നുവരവിനെ വിവിധ കാഴ്ചപ്പാടുകളോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ദീർഘകാലമായുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും സ്വയംപര്യാപ്തതയിലൂടെ വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഒരു പ്രതിരോധ കവചമായാണ് ഇറാൻ കാണുന്നത്. എന്നാൽ ഇത്തരം വേഗമേറിയ ആയുധങ്ങൾ അയൽരാജ്യങ്ങളുടെ പ്രതികരണ സമയം ഗണ്യമായി കുറക്കുന്നതിനാൽ സംഘർഷ സമയങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന ആശങ്ക പ്രാദേശികമായി ഉയരുന്നുണ്ട്. ഈ പ്രഖ്യാപനത്തോട് ലോകരാജ്യങ്ങൾ ഗൗരവകരമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഇത്തരം സാങ്കേതികവിദ്യകൾ മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തിയേക്കാമെന്ന് നിരീക്ഷിക്കുന്ന അമേരിക്കൻ പെന്റഗൺ, അതേസമയം തന്നെ നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ തുറന്നു കിടക്കുകയാണെന്നും അറിയിച്ചു. സമാനമായി, തങ്ങളുടെ പക്കലുള്ള ആരോ ഡേവിഡ്സ് സ്ലിംഗ് തുടങ്ങിയ ബഹുതല പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. മിസൈലുകളുടെ വ്യാപനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥർ, എല്ലാ കക്ഷികളും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും സംയമനം പാലിക്കണമെന്നും ആഹ്വാനം ചെയ്തു. ഈ മിസൈലിന്റെ പ്രകടനം ഇറാൻ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും യുദ്ധസാഹചര്യങ്ങളിൽ ഇതിന്റെ യഥാർത്ഥ പ്രവർത്തനക്ഷമതയെക്കുറിച്ചുള്ള സ്വതന്ത്രമായ സ്ഥിരീകരണങ്ങൾ പരിമിതമാണെന്നാണ് സുരക്ഷാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.